പ്രിയമുള്ള വിദ്യാർത്ഥികളെ, +1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൽ തന്നെ 2 വാക്കുകളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസും അതുപോലെ റൊട്ടേഷണൽ മോഷനും. എന്താണ് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ മെക്കാനിക്സ് ധാരാളമായിട്ട് പഠിച്ചു. അതായത് വസ്തുവിൻ്റെ ചലനത്തെക്കുറിച്ചുള്ള ശാഖയാണ് മെക്കാനിക്സ് എന്ന് നിങ്ങൾക്കറിയാം. അതിൽ തന്നെ 2 തരത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ചലനത്തെക്കുറിച്ച് മാത്രമായിട്ട് കൈനിമാറ്റിക്സ് ആ വിഭാഗവും പഠിച്ചു. അതുപോലെ ചലനത്തിനുള്ള റീസൺ ഉൾപ്പെടെ ഫോഴ്സിനെ കുറിച്ചുള്ള പാഠഭാഗമായിട്ടുള്ള ഡയനാമിക്സും നമ്മൾ പഠിക്കുകയുണ്ടായി. അതിലൊക്കെ നമ്മൾ കൺസിഡർ എ ബോഡി ഓഫ് മാസ് m എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി u ആണ്, v ആണ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ a ആണ്, f ആണ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോഴും ഈ ഒരു ബോഡി അതിൻ്റെ മുകളിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് ആ വസ്തുവിൽ. അപ്പോൾ അതിന് വെലോസിറ്റി u ഉണ്ട് അല്ലെങ്കിൽ v ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി ഹാവിങ് മാസ് m എന്ന് വിചാരിക്കാം. ദിസ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v ആൻഡ് ഇറ്റ് ഈസ് ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് s എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വസ്തു ഇവിടെ എത്തുമ്പോൾ, മറ്റേ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അതിലുള്ള എല്ലാ പാർട്ടിക്കിളും ഒരേ ദൂരമാണോ സഞ്ചരിച്ചതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. അതായത് ഇങ്ങേ അറ്റത്തുള്ള ഒരു പാർട്ടിക്കിള് ഇവിടെ എത്തിയിട്ടുണ്ടാവും, അതേസമയം ഇങ്ങേ അറ്റത്തുള്ള ഒരു പാർട്ടിക്കിള് ഇവിടെ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ പാർട്ടിക്കിളും, ഒരു ബോഡിയിൽ അനേകായിരം പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് മോളിക്യൂൾസ് ആവാം, ആറ്റംസ് ആവാം. ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഒരേ ദൂരമാണോ അല്ലെങ്കിൽ ഒരേ ഫോഴ്സ് ആണോ ഒക്കെ അവയ്ക്ക് നേരിടേണ്ടി വരിക, ഒരേ വെലോസിറ്റി ആണോ അവയ്ക്ക് ഉണ്ടാവേണ്ടി വരിക എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ കൺസിഡർ എ ബോഡി ഓഫ് മാസ് m എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ, ആ ബോഡി ഒരു പോയിൻ്റ് മാസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. അതായത് ഒരൊറ്റ പോയിന്റിൽ അതിൻ്റെ മാസ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയായിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോഡിയെ, ഒരു വസ്തുവിനെ അനേകം പാർട്ടിക്കിൾസിൻ്റെ ഒരു കൂട്ടമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് സിറ്റുവേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഹാവിങ് ഡിഫറെൻറ്റ് മാസസ്. അതാണ് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന ഐഡിയ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയും. റിജിഡ് ബോഡി, റിജിഡ് ബോഡി. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ മാറ്ററിൻ്റെ 3 ഫേസസ് പഠിച്ചിട്ടുണ്ടാവും. 3 അല്ല, ഒരുപാട് ഫേസസ് ഉണ്ട്. അതിൽ 3 ഫേസസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അതായത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സോളിഡിന് ഒരു നിശ്ചിതമായിട്ടുള്ള ആകൃതിയുണ്ട്, വോളിയമുണ്ട്. അതേസമയം ലിക്വിഡിന് വോളിയം ഉണ്ടെങ്കിലും അതിന് എടുക്കുന്ന പാത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് അതിൻ്റെ ആകൃതി ഉണ്ടാവുക. ഗ്യാസിന് നിശ്ചിതമായിട്ടുള്ള വോളിയമോ ആകൃതിയോ ഒന്നുമില്ല എന്നൊക്കെ നിങ്ങൾക്കറിയാം. അതോടൊപ്പം അതിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യത്യാസമുള്ളത്, സോളിഡിലെ പാർട്ടിക്കിൾസൊക്കെ ഫിക്സ്ഡ് ആണ്, അല്ലേ? സോളിഡിലെ പാർട്ടിക്കിൾസൊക്കെ ഫിക്സ്ഡ് ആണ്. അവ തമ്മിൽ ഇൻ്റർ അറ്റോമിക്, ഇൻ്റർ മോളിക്യുലാർ ഫോഴ്സൊക്കെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പാർട്ടിക്കിൾസിന് ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് സാധിക്കില്ല. അതേസമയം ലിക്വിഡ്സിനോ ഗ്യാസിനോ ഇങ്ങനെയല്ല, ദേ ആർ ഫ്രീ ടു മൂവ്. അതേസമയം സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ഫിക്സ്ഡ് ആണ്. അതേപോലെ നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് എ ബോഡി ഈസ് അൺചേഞ്ച്ഡ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ഇറ്റ് ഈസ് കോൾഡ് എ റിജിഡ് ബോഡി. ഒരു വസ്തുവിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ അൺചേഞ്ച്ഡ് ആണെങ്കിൽ, അതായത് പുറമേ നിന്ന് ബലം കൊടുക്കുമ്പോൾ പോലും ആ വസ്തുവിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം മാറുന്നില്ലെങ്കിൽ, പഴയ അവസ്ഥയിൽ തന്നെ തുടരുകയാണെങ്കിൽ, സച്ച് എ ബോഡി ഈസ് കോൾഡ് റിജിഡ് ബോഡി. അതായത് അതിൻ്റെ ഷേപ്പ് മാറുന്നില്ല, അതിൻ്റെ വോളിയം മാറുന്നില്ല, അത് എന്താകൃതിയിലായിരുന്നോ അത് തുടക്കത്തിലുണ്ടായിരുന്നത്, എത്ര ഫോഴ്സ് പ്രയോഗിച്ചാലും അതേ ആകൃതിയിൽ തന്നെ തുടരുമെങ്കിൽ അത്തരം വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുക? റിജിഡ് ബോഡി എന്ന് പറയുക. സോ റിജിഡ് body is a body if the distance between the particles of that body is unchanged by the application of a rigid body. അപ്പോൾ ഇത്തരം വസ്തുക്കളുടെ മാസ് നമ്മൾ പലപ്പോഴും നേരത്തെ പറഞ്ഞു, അതായത് പല പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത്, അവിടെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള ഒരു ടേമിലേക്ക് വരുന്നത്. സെൻറ്റർ ഓഫ് മാസ്. അതിനു മുമ്പേ നമ്മൾ ഇതിലെ രണ്ടാമത്തെ ടേമും കൂടി ഒന്ന് പഠിച്ചു വെക്കാം. 2 ടേം ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ടേമാണ് റൊട്ടേഷണൽ മോഷൻ.
റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ വസ്തുക്കൾക്ക് 2 തരത്തിലുള്ള ചലനങ്ങളുണ്ട് എന്ന് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും. ഒന്ന് ട്രാൻസ്ലേഷണൽ മോഷനും മറ്റേത് റൊട്ടേഷണൽ മോഷനുമാണ്. ഒരു ചെരിഞ്ഞ ഉപരിതലത്തിൽ കൂടി ഒരു വസ്തു വീഴുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഉപരിതലമുണ്ട്. ഇതിൽ ഇത്തരം ഒരു വസ്തുവാണ്, അടിനിരപ്പായിട്ടുള്ള ഒരു പ്രതലമുള്ള ഒരു വസ്തുവാണ് ഇതിൽ കൂടി ഊർന്നു വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി എ പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ. അതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ഥാനാന്തരം മാത്രമാണ് സംഭവിക്കുന്നത്, അല്ലേ? ഇതിനെ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയും. അതേസമയം ഇങ്ങനെയുള്ള വസ്തു അല്ല, ഈ തരത്തിലുള്ള ഒരു സിലിണ്ടറിക്കൽ ഓർ സ്ഫെറിക്കൽ ബോഡിയാണ് ഇതിൽ കൂടെ താഴേക്ക് വരുന്നതെങ്കിൽ we can say that there are both translational and rotational motion. ഇത് ഉരുണ്ടുകൊണ്ടായിരിക്കും താഴേക്ക് വരിക. താഴേക്ക് നീങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്, അതിന് സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വസ്തു ഇവിടെ എത്തുന്നുണ്ട്, ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്. അതോടൊപ്പം അത് കറങ്ങിക്കൊണ്ടാണ് താഴേക്ക് വരിക. ദാറ്റ് മീൻസ് ദർ ഈസ് എ റൊട്ടേഷണൽ മോഷൻ ഓൾസോ. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് മൂവ് ചെയ്യണമെങ്കിൽ, കറങ്ങണമെങ്കിൽ എല്ലാ വസ്തുക്കൾക്കും ഒരു ആക്സിസ് ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കറങ്ങണമെങ്കിൽ എന്തിനെങ്കിലും ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഒരു ആക്സിസിനെ ആധാരമാക്കിക്കൊണ്ടാണ് കറങ്ങുന്നത്. ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്ത വസ്തുവിന് ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റൊട്ടേഷണൽ മോഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ചുറ്റും ധാരാളം തരത്തിലുള്ള റൊട്ടേഷണൽ മോഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫാനിൻ്റെ ലീഫ് റൊട്ടേഷണൽ മോഷനിലാണ് ഉള്ളത്. അതുപോലെ നിരവധി കാര്യങ്ങൾ നമുക്കറിയാം. കറങ്ങുന്ന വസ്തുക്കൾ അതിന് നടുക്കുള്ള ആക്സിസിൽ കൂടിയായിരിക്കും മിക്കവാറും കറങ്ങും. ഈ ആക്സിസ് മാറുന്ന അവസരങ്ങളും നമ്മൾ കാണുന്നുണ്ട്. കറങ്ങുന്ന ആക്സിസ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആക്സിസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് പമ്പരത്തിൻ്റെ കേസിൽ പറയാം. പമ്പരം കറങ്ങുമ്പോൾ അത് ചെരിഞ്ഞ് 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 കറങ്ങുന്നുണ്ട്. ഒരു കൃത്യമായിട്ട് കുത്തനെ നിന്ന് കറങ്ങുന്ന കാര്യം മാത്രമല്ല പറയുന്നത്, അത് കറങ്ങുമ്പോൾ ഒരു കോൺ ഷേപ്പിൽ അത് ചെരിഞ്ഞുകൊണ്ട് കറങ്ങുന്നത് കാണാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്സിസിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഒരു ടേബിൾ ഫാൻ അല്ലെങ്കിൽ ഒരു പെഡസ്റ്റൽ ഫാൻ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് കറങ്ങുകയാണെങ്കിൽ അത് ഓസിലേറ്റ് ചെയ്യുന്നുമുണ്ട്, അതോടൊപ്പം കറങ്ങുന്നുമുണ്ട്, അല്ലേ? അപ്പോൾ അത് നിലത്തിനെ വെച്ച് നോക്കുമ്പോൾ, തറ നമ്മൾ ആധാരമായിട്ട് റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നോക്കുമ്പോൾ അതിൻ്റെ ആക്സിസ് മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും കറങ്ങാൻ വേണ്ടി നമുക്കൊരു ആക്സിസ് വേണം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വസ്തുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഷേപ്പുമില്ലാത്ത ഇങ്ങനെയുള്ള ഒരു വസ്തുവാണ് നമ്മൾ കറങ്ങുന്നത്. ഇതാണ് അതിൻ്റെ ആക്സിസ് എന്ന് വിചാരിക്കുക. ഇതിലൊരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, ഹാവിങ് മാസസ് m1, m2, m3, വിച്ച് ആർ അറ്റ് ഡിസ്റ്റൻസസ് r1, r2. ഇത് m3 ആണെങ്കിൽ ദിസ് ഈസ് ഡിസ്റ്റൻസ് r3. ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് പല മാസുള്ള പല ഡിസ്റ്റൻസിലുള്ള പാർട്ടിക്കിൾസാണ്. അപ്പോൾ ഈ ആക്സിസ് ആധാരമാക്കിക്കൊണ്ട് ഈ വസ്തു കറങ്ങുകയാണെങ്കിൽ ഈ ഓരോ പാർട്ടിക്കിളും ഒരു സർക്കുലർ മോഷനാണ് പൂർത്തിയാക്കുന്നത്, അല്ലേ? ഈ പാർട്ടിക്കിൾ r1 റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. ഈ പാർട്ടിക്കിൾ r2, m2 എന്നുള്ള പാർട്ടിക്കിൾ r2 റേഡിയസ് ഉള്ള മറ്റൊരു സർക്കിളിൽ കൂടെ മൂവ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് r3യുടെ കാര്യം അല്ലെങ്കിൽ m3യുടെ കാര്യവും പറയാം. അപ്പോൾ ഒരേ ആക്സിസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പല പ്ലെയിനുകളിലുള്ള പല റേഡിയസ് ഉള്ള സർക്കിൾസിൽ കൂടിയാണ് ഈ പാർട്ടിക്കിൾസൊക്കെ കറങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മോഷൻ നമുക്ക് പറയണമെങ്കിൽ ഓരോ പാർട്ടിക്കിളിൻ്റെ കാര്യവും എടുത്ത് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, ഓരോന്നിൻ്റെയും വെലോസിറ്റിയും അല്ലെങ്കിൽ ആക്സിലറേഷനും ഒക്കെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ടേമാണ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിൻറ്റ് where the entire mass of the body is assumed to be concentrated. എവിടെയാണ് ആ വസ്തുവിൻ്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ആ പോയിൻറ്റിനെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയാം. Center of mass is the point where the entire mass of the body is considered to be concentrated. നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, ഒരു പുസ്തകം നോട്ട് ബുക്കൊക്കെ ഇങ്ങനെ വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കാറുണ്ട്, അല്ലേ? ആ പോയിന്റിൽ അതിൻ്റെ മുഴുവൻ മാസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും അതിൻ്റെ മാസ് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അതെല്ലാം കൂടി ആ ഒരൊറ്റ പോയിന്റിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ താങ്ങി നിർത്താൻ പറ്റും. ഒരു പേനയോ പെൻസിലോ ഒക്കെ പലരും അങ്ങനെ ചെയ്ത് കാണാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ആർട്ട് ഫോംസ് ഉണ്ട് സെൻറ്റർ ഓഫ് മാസുമായിട്ട് ബന്ധപ്പെട്ട, കല്ലുകളൊക്കെ അടുക്കിയുള്ള ആർട്ട് ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, സെൻറ്റർ ഓഫ് മാസ് ഈസ് ദ പോയിന്റ് വേർ ദ എൻറ്റയർ മാസ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക?
center of mass of a two-particle system. Center of mass of a two-particle system. രണ്ട് പാർട്ടിക്കിൾ മാത്രമുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാർട്ടിക്കിളുള്ള സിസ്റ്റത്തിലേക്ക് കടക്കാൻ പറ്റും. അതായത് നമ്മളൊരു വസ്തുവിനെ കൺസിഡർ ചെയ്യുകയാണ്, അതിൽ രണ്ട് പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ആ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദിസ് ഈസ് പാർട്ടിക്കിൾ 1 ദാറ്റ് ഈസ് ഹാവിങ് എ മാസ് m1. ദിസ് ഈസ് പാർട്ടിക്കിൾ 2 ഹാവിങ് മാസ് m2 വിച്ച് ആർ joined or which are at the ends of a line having a distance r. And let us consider an axis, a coordinate system. ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസുമുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിൽ m1 എന്നുള്ള പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ബോഡിയുടെ പൊസിഷൻ വെക്ടറാണ് r1. ഇറ്റ് ഈസ് വെക്ടർ. ആൻഡ് m2ൻ്റെ പൊസിഷൻ വെക്ടറാണ് r2. പൊസിഷൻ വെക്ടറൊക്കെ നിങ്ങൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. r2. And you can imagine that the center of mass of this two particle system may lie on the line joining these two particles. ഇത് രണ്ടും തമ്മിൽ യോജിപ്പിച്ച ലൈനിൻ്റെ മുകളിലായിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു വടിയുടെ രണ്ടറ്റത്തും രണ്ട് ബോളോ എന്തെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്തു, അല്ലെങ്കിൽ രണ്ട് മുത്തുകൾ ഫിറ്റ് ചെയ്തു. ആ വടിയെ നമുക്ക് എവിടെ സപ്പോർട്ട് ചെയ്യണം? ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും, ഈ വടിയുടെ മുകളിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതിനെ താങ്ങി നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെയും യോജിപ്പിക്കുന്ന ലൈനിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് വിചാരിക്കാം. സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള പൊസിഷൻ വെക്ടർ, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ ക്യാപിറ്റൽ ആർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്തത്. എല്ലാം വെക്ടറാണ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ ക്യാപിറ്റൽ ആർ. സോ വി ക്യാൻ സേ ദ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആർ ഇസ് ഈക്വൽ ടു, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയണം? m1r1 പ്ലസ് m2r2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. അതിൻ്റെ പൊസിഷൻ വെക്ടർ കിട്ടിയാൽ അതിൻ്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടും. സോ r is equal to m1r1 plus m2r2 by m1 plus m2. ഈ m1 plus m2 എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസാണ്. രണ്ട് പാർട്ടിക്കിളേ ഉള്ളൂ, ഒന്നിന് m1 ആണ്, ഒന്നിന് m2 ആണ് മാസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസാണ് m1 plus m2. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഓൾസോ ആസ് r is equal to m1r1 plus m2r2 by capital M, where capital M is equal to m1 plus m2. That is the total mass. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ദാറ്റ് ഈസ് m into r is equal to m1r1 plus m2r2 ആണല്ലോ. m1r1 plus m2r2. ഈ കാര്യത്തിന് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയും. ദിസ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. ഈ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നുള്ളതാണ് മൊമെൻറ്റ്. Mass into distance is known as moment. So this equation gives us that the sum of moments of two particles in the coordinate system or about their position vectors is equal to moment of the center of mass about the origin. Okay, sum of moments m1r1 plus m2r2. m into r നെയാണ് മൊമെൻ്റ് എന്ന് പറയുക. അപ്പോൾ m1r1 plus m2r2 എന്ന് പറഞ്ഞാൽ sum of moments of the two particles about their position vectors is equal to എന്താണ്? moment of the center of mass. center of massൻ്റെ റെപ്രസെൻ്റ് ക്യാപിറ്റൽ center of massൻ്റെ പൊസിഷൻ വെക്ടറാണ് r. അപ്പം moment of the center of mass about the origin. So this is known as principle of moments. Okay, അപ്പോൾ നമുക്ക് കിട്ടിയ ഇതിൽ നിന്ന് നമുക്ക് തുടരാം. r is equal to m1r1 plus m2r2 by m1 plus m2. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ആർ n പാർട്ടിക്കിൾസ്, കുറേ അധികം പാർട്ടിക്കിൾ ഉണ്ട്, രണ്ട് പാർട്ടിക്കിളല്ല കുറേ അധികം പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? r is equal to ഇങ്ങനെ എഴുതാം, m1r1 പ്ലസ് m2r2 പ്ലസ് m3r3 പ്ലസ് എക്സെട്ര അപ് ടു mnrn ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 plus etc. up to mn.
അല്ലേ? എല്ലാം അപ് ടു n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അപ് ടു n വരെ നമ്മൾ എഴുതുന്നു. ഇനി അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാണ്. ദാറ്റ് ഈസ് r is equal to m1r1 plus m2r2 plus m2r2 plus etc. up to mnrn divided by ഇതെന്താണിത്? m1 plus m2 plus m3, that is the total mass of the system m, അല്ലേ? ഇതിനെ വേറൊരു തരത്തിൽ നമുക്ക് പറയാം. ദാറ്റ് ഈസ് r is equal to, for an n particle system, position vector of center of mass is equal to sigma mi/ri, where i is equal to 1 to n. ഇത് സമ്മേഷൻ്റെ സൈനാണ്. സമ്മേഷൻ്റെ സൈൻ ആകുമ്പം i ഈക്വൽ ടു 1 ഇടുമ്പം m1r1 സിഗ്മ ഉള്ളതുകൊണ്ട് പ്ലസ്, പിന്നെ i ഈക്വൽ ടു 2 ഇടുക m2r2 പ്ലസ് i ഈക്വൽ ടു 3 ആകുമ്പോൾ m3r3, എത്ര വരെ? i ഈക്വൽ ടു n വരെ, ദാറ്റ് ഈസ് mnrn ഡിവൈഡ് ബൈ ടോട്ടൽ m. സോ ദിസ് ഈസ് ഓൾസോ ദ ഇക്വേഷൻ ഫോർ n പാർട്ടിക്കിൾ സിസ്റ്റം. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ കാണാനുള്ളതാണ് n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ if there is a two particle system, the center of mass will lie on the line joining the two particles, അല്ലേ? ഇതിൻ്റെ രണ്ടിനെയും യോജിപ്പിക്കുന്ന ലൈനിൻ്റെ മുകളിലായിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഉണ്ടായിരിക്കുക. ഈ രണ്ടിൻ്റെയും മാസ് ഈക്വൽ ആണെങ്കിലോ, m1ഉം m2ഉം സെയിം മാസാണ്, രണ്ടിനും ഒരേ മാസാണെങ്കിലോ, രണ്ട് വസ്തുക്കൾ ഒരു ലൈനിൽ യോജിപ്പിക്കുന്നു, രണ്ടിനും ഒരേ മാസാണ്, നമ്മൾ എവിടെയായിരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടത്? അതിൻ്റെ മിഡിലാണ്. സോ സെൻറ്റർ ഓഫ് മാസ് വിൽ ലൈ ഇൻ ദ മിഡ് പോയിൻറ്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദോസ് ടു പോയിൻറ്റ്സ്, അല്ലേ? നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിൻ്റെ നടുവിലായിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഉണ്ടായിരിക്കും. ഇനി നമുക്കിതിനെ കോർഡിനേറ്റ് ആക്കി മാറ്റാം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള പൊസിഷൻ വെക്ടറാണ് പറഞ്ഞത്. ഇതേ കാര്യം തന്നെ നമ്മൾ XY കോർഡിനേറ്റ് ആയിട്ട് പറയുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ r is equal to m1r1 plus m2r2 by m1 plus m2 എന്ന് പറഞ്ഞു. അതിൻ്റെ x കോർഡിനേറ്റ് കിട്ടുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ x കോർഡിനേറ്റ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു r എന്നതിന് പകരം x ആക്കുക, m1x1 plus m2x2 by m1 plus m2. അതേമാതിരി y കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ, വെക്ടർ അല്ല, y കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ ഇതേപോലെ m1y1 പ്ലസ് m2y2 ബൈ m1 പ്ലസ് m2. ഇങ്ങനെ നമുക്ക് x കോർഡിനേറ്റും y കോർഡിനേറ്റും സെൻറ്റർ ഓഫ് മാസിൻ്റെ കണ്ടുപിടിക്കാം. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരും. സോ ദീസ് ആർ ദ ഇക്വേഷൻസ് ഫോർ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ആ പൊസിഷൻ വെക്ടറിനെ നമ്മൾ എക്സും വൈയും കോർഡിനേറ്റ് ആക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. രണ്ട് പാർട്ടിക്കിളിൻ്റെ സിസ്റ്റത്തിൻ്റെ ബേസിക് ഐഡിയ ആണ് നമ്മൾ പറഞ്ഞ്. n പാർട്ടിക്കിൾ ആണെങ്കിൽ അപ് ടു n വരെ ആക്കി മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ മിഡ് പോയിൻറ്റിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റ് ചില ഷേപ്പുള്ള വസ്തുക്കളുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വേറെ ചില ഷേപ്പുള്ള വസ്തുക്കളുടെ സെൻറ്റർ ഓഫ് മാസ്. ഒരു വസ്തു ഒരു സ്ഫിയറാണ്. ഒരു സ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? Where will be the center of mass of a sphere will lie? That will be at the center of the sphere, അല്ലേ? സ്ഫിയറിൻ്റെ സെൻറ്ററിലാണ് അതുണ്ടാവുക. അവിടെയാണ് സപ്പോർട്ട് കൊടുത്താലാണ് അത് താങ്ങി നിൽക്കുക. അതുപോലെ മറ്റൊന്ന് ഒരു സർക്കുലർ ഡിസ്ക്. നമ്മളിനി ഇത്തരം വസ്തുക്കൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാനുള്ളതാണ്. സർക്കുലർ ഡിസ്ക്, ഒരു പരന്ന ഒരു പ്രതലം, സർക്കുലർ ആയിട്ടുള്ള ഒരു പരന്ന ഷീറ്റ്, ദാറ്റ് ഈസ് എ സർക്കുലർ ഡിസ്ക്. അതിൻ്റെയും സെൻറ്ററിലായിരിക്കും സെൻറ്റർ ഓഫ് മാസ് വരിക. നെക്സ്റ്റ് ഈസ് എ സർക്കുലർ റിങ്. ഒരു സർക്കുലർ റിങ്, ഒരു വളയത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വിൽ ബി ഇൻ ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ഇറ്റ് ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ റിങ്. അതുമായിട്ട് അതിൻ്റെ ബോഡീൻ്റെ മുകളിലല്ല ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ ഇവിടെയായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഈസ് ആൻ യൂണിഫോം റോഡ്. റോഡെന്ന് പറഞ്ഞാൽ ഒരു വടി, ഒരേ വണ്ണമുള്ള, അതായത് രണ്ടറ്റത്തും തമ്മിൽ വണ്ണത്തിൽ അല്ലെങ്കിൽ തിക്നെസ്സിലൊന്നും വ്യത്യാസമില്ലാത്ത ഒരു യൂണിഫോം റോഡാണെങ്കിൽ അത് അതിൻ്റെ മിഡ് പോയിൻറ്റിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. സോ ദാറ്റ് വിൽ ബി അറ്റ് ദ മിഡ് പോയിൻറ്റ്. ലെങ്ത് വൈസും ബ്രെഡ്ത്ത് വൈസും ആയിട്ട് മിഡ് പോയിൻ്റ് എടുത്താൽ അവിടെയായിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. നെക്സ്റ്റ് ഈസ് എ സിലിണ്ടർ. സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ. സിലിണ്ടറിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാം. സിലിണ്ടറിൻ്റെ ഷേപ്പ് അപ്പോൾ ഇങ്ങനെ നീളത്തിലും ഇങ്ങനെ വീതിയിലും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ മിഡ് പോയിൻറ്റിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, വേറൊരു ഒരു സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ ഷീറ്റ്.
സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ ഷീറ്റ്. ഒരു സ്ക്വയർ ഷീറ്റോ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ഷീറ്റ്, ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ്, സ്ക്വയർ ആവാം അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ആവാം. എവിടെയായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അതിൻ്റെ ഡയഗണലുകളെ തമ്മിൽ, ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ആകൃതിയെങ്കിൽ ഇതിൻ്റെ ഡയഗണലുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് തമ്മിൽ ചേരുന്ന പോയിന്റിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവും. മിക്കവാറും അതിൻ്റെ മിഡ് പോയിന്റ് തന്നെ ആയിരിക്കും സ്ക്വയർ ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ്. നെക്സ്റ്റ് ഈസ് ട്രയാങ്കുലർ ലാമിന, ട്രയാങ്കുലർ ഷീറ്റ്. ലാമിന എന്ന് വെച്ചാൽ ഷീറ്റാണ്, ട്രയാങ്കിളിൻ്റെ ആകൃതിയിലുള്ള ഒരു ഷീറ്റ്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മീഡിയൻസ് തമ്മിൽ യോജിക്കുന്ന പോയിന്റിലായിരിക്കും. മീഡിയൻസ് ഇവിടുന്ന് കോർണറിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് വരുന്ന ഈ പോയിന്റുകൾ തമ്മിൽ, ഈ ലൈനുകൾ തമ്മിൽ യോജിക്കുന്ന പോയിന്റിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഈസ് എ ക്യൂബ്. വേർ വിൽ ബി ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ക്യൂബ് ലൈൻ. ഒരു ക്യൂബിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സിനെ യോജിപ്പിക്കുന്ന ഡയഗണലുകൾ മീറ്റ് ചെയ്യുന്ന, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ക്യൂബിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഓപ്പോസിറ്റ് കോർണേഴ്സിനെ അങ്ങേ മൂലയും ഇങ്ങേ മൂലയും തമ്മിൽ യോജിപ്പിക്കുന്ന അങ്ങനെയുള്ള ഡയഗണൽ വരച്ചാൽ, 3 ഡയഗണലുകൾ വരച്ചാൽ ആ ഡയഗണലുകൾ തമ്മിൽ യോജിക്കുന്ന പോയിന്റിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഈസ് എ കോൺ ഓർ എ പിരമിഡ്. കോണായാലും പിരമിഡായാലും, അതായത് ബേസ് സർക്കിളായാലും സ്ക്വയർ ആയാലും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക അതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ആ ആക്സിസിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും, അതായത് ഹൈറ്റിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. വിച്ച് വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് h/4 ഫ്രം ദ ബേസ്. ടോട്ടൽ ഹൈറ്റിൻ്റെ 1/4 ഹൈറ്റിൽ, താഴേന്ന് 1/4 ഹൈറ്റിൽ ഉള്ള പോയിന്റിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാനുള്ളതായിരുന്നു. അതാണ് പറഞ്ഞു വെച്ചത്, എവിടെയൊക്കെയാണ് ഓരോ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഈസ് മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിനെ ചലിക്കുന്നതായിട്ട് കണക്കാക്കുമ്പോൾ അതിനെ ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഈ പോയിൻ്റ് ഒബ്ജക്റ്റ് എവിടെയാണുള്ളത്? ആ വസ്തുവിൻ്റെ ഭാരം മുഴുവൻ സെൻറ്റർ ഓഫ് മാസിലാണ്, ഭാരമല്ല മാസ് മുഴുവൻ സെൻറ്റർ ഓഫ് മാസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നും ആ പോയിൻ്റാണ് മൂവ് ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ഇതുവരെയുള്ള ചാപ്റ്ററുകളിൽ അറിയാതെയാണെങ്കിലും പഠിച്ചത്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യം സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ നമുക്കറിയാം. R = m1r1 + m2r2 by m1 + m2 അല്ലെങ്കിൽ ക്യാപിറ്റൽ M, ദാറ്റ് ഈസ് എ ടോട്ടൽ മാസ്. ഇത് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൂവ്മെൻ്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ dx/dt എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് വെലോസിറ്റി. അപ്പം ഇവിടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ R ആണ്. അപ്പോൾ എക്സിന് പകരം ഞാൻ R എന്ന് കൊടുക്കുന്നു. R V is dr/dt. ഇനി ഇത് ഓരോ ടേമിനെയും അതുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അതായത് ഇങ്ങനെ വരും m1 × dr1/dt പ്ലസ് m2 × dr2/dt by m1 + m2. That is equal to dr/dt is velocity. So we can say m1 v1. dr/dt is velocity. അപ്പോൾ m1 v1 plus m2 v2 by m1 plus m2. This is the equation for velocity of a center of mass. And what about acceleration? Acceleration is also dv/dt, derivative of velocity. അപ്പോൾ അതേപോലെ ഇവിടെയും ചെയ്യാം. That is m1 dv1/dt plus m2 dv2/dt by m1 plus m2. അപ്പോഴോ dv/dt എന്നുള്ളത് ആക്സിലറേഷൻ ആയതുകൊണ്ട് നമുക്ക് കിട്ടും ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു m1 a1 dv1/dt ഈസ് a1 പ്ലസ് m2 a2 by m1 plus m2. So this is the equation for acceleration of a center of mass system. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന അതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെയും വരുന്നത്. ഇനി വാട്ട് അബൌട്ട് ദ ഫോഴ്സ് ഓൺ എ സെൻറ്റർ ഓഫ് മാസ്? F is equal to
എം എ എന്ന് തന്നെയാണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ. ഈ ആക്സിലറേഷൻ നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം. m1a1 പ്ലസ് m2a2 ബൈ m1 പ്ലസ് m2. ദാറ്റ് ഇസ് ദ ആക്സിലറേഷൻ ഓഫ് എ സെൻറ്റർ ഓഫ് മാസ്. ഇത് ഇനി സെൻറ്റർ ഓഫ് മാസ് മോഷൻ്റെ ചില എക്സാമ്പിൾസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. സെൻറ്റർ ഓഫ് മാസ് മോഷൻ്റെ ചില എക്സാമ്പിൾസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പ്ലോഷൻ ഓഫ് എ ഷെൽ. എക്സ്പ്ലോഷൻ ഓഫ് എ ഷെൽ. ഒരു ഷെല്ല് എക്സ്പ്ലോഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ഷെല്ല് മൂവ് ചെയ്യുന്നത് പാരബോളിക് പാത്തിലാണ് എന്ന് വിചാരിക്കാം. ഷെല്ലിങ്ങനെ പോയിട്ട് പാരബോളിക് പാത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷെല്ല് എക്സ്പ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ വെച്ചിട്ട് വഴിയിൽ വെച്ചിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്നു. ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടും ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടും പോവുകയാണ്. അപ്പോൾ നമ്മൾ കരുതുന്നത് നമ്മുടെ പാരബോളിക് പാത്തൊക്കെ തെറ്റിയില്ലേ, ശരിക്കും ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകേണ്ടിയിരുന്നതല്ലേ, പക്ഷേ ഇതിൻ്റെ ഇവിടുന്ന് ഇത് ഇങ്ങോട്ടും പോയി, ഇത് ഇവിടുന്ന് മേലോട്ട് ബെൻഡ് ചെയ്തിട്ട് വേറൊരു പാത്തിലായി പോയില്ലേ. അങ്ങനെ ആവുന്നില്ല. പിന്നെയും അതിൻ്റെ പാത്ത് പാരബോളിക്കായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് പാർട്ടിക്കിൾസായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പാർട്ടിക്കിൾസായിട്ട് അത് എക്സ്പ്ലോഡ് ചെയ്താൽ പോലും ഈ എല്ലാ വസ്തുക്കളുടെയും എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, എവിടെയാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് സെൻറ്റർ ഓഫ് മാസ് വിൽ കീപ്പ് ഓൺ മൂവിങ് ത്രൂ ദ ഒറിജിനൽ പാരബോളിക് പാത്ത്. അങ്ങനെയാണ് ഉണ്ടാവുക. പല കഷ്ണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കഷ്ണങ്ങളുടെയും കൂട്ടിയിട്ട് സെൻറ്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ ദാറ്റ് സെൻറ്റർ ഓഫ് മാസ് വിൽ ബി മൂവിങ് ത്രൂ ദ സെയിം ഒറിജിനൽ പാരബോളിക് പാത്ത്. അത് സെൻറ്റർ ഓഫ് മാസ് മോഷൻ്റെ ഒരു എക്സാമ്പിളാണ്. മറ്റൊന്ന് ഡീകേ ഓഫ് എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ്. ഡീകേ ഓഫ് എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ്. ചില ന്യൂക്ലിയസുകൾ സ്വയമേവ ചില പാർട്ടിക്കിൾസിനെ ആൽഫ, ബീറ്റ, ഗാമ തുടങ്ങിയ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ റേഡിയേഷനോ എമിറ്റ് ചെയ്തുകൊണ്ട് അത് സ്വയം അത് ചുരുങ്ങി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതിനാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുക. അത് സെക്കൻഡ് ഇയറിലാണ് നിങ്ങൾ വിശദമായിട്ട് പഠിക്കുക. ആൽഫ പാർട്ടിക്കിൾ, ബീറ്റ പാർട്ടിക്കിൾ അങ്ങനെയൊക്കെയുള്ള പാർട്ടിക്കിൾസ് അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു എലിമെൻ്റാണ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇപ്പോൾ അറ്റ് റസ്റ്റിലാണ്. ആ ന്യൂക്ലിയസിന് എന്തായാലും ഒരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി അറ്റ് റസ്റ്റ്. ദാറ്റ് ഈസ് ഡീക്കേയിങ് ഇൻ ടു 2 പാർട്ടിക്കിൾസ്. ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടും പോയി, ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടും പോയി. അപ്പോൾ നമ്മൾ കരുതും, അയ്യോ ഇവിടെ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയാണ് മാറുന്നത്, നേരത്തെ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലായിരുന്നല്ലോ, ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുകയാണോ? അല്ല, ഈ രണ്ട് പാർട്ടിക്കിൾസിൻ്റെയും M1-ൻ്റെയും ഇത് ഡീക്കേ ചെയ്തുണ്ടായ രണ്ട് പാർട്ടിക്കിൾസിൻ്റെയും സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ ദാറ്റ് വിൽ ബി അറ്റ് ദ ഒറിജിനൽ പൊസിഷൻ ഇറ്റ് സെൽഫ്. അത് അവിടെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഡീക്കേ ചെയ്തിട്ട് ഇത് രണ്ട് ഇവിടെ എത്തിയെങ്കിൽ അത് രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അത് ഒറിജിനൽ പൊസിഷനിൽ തന്നെ ആയിരിക്കും. ഓക്കെ. അതുപോലെ മറ്റൊരു കേസാണ് ബൈനറി സ്റ്റാർസിൻ്റെ കേസ്. ബൈനറി സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇരട്ട നക്ഷത്രങ്ങൾ എന്ന് പറയും. രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ ചുറ്റിക്കൊണ്ട് പോകുന്നതാണ് ബൈനറി സ്റ്റാർസ്. രണ്ടും തമ്മിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് അതിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാറ് മറ്റേതിനെ ചുറ്റി പോവുകയാണ്. അതേസമയം മറ്റൊരു സ്റ്റാറ് ഇങ്ങനെ ഇതിനെ ചുറ്റുന്നു, ഇത് മറ്റതിനെ ചുറ്റുന്നു. അങ്ങനെ ഇരട്ട നക്ഷത്രങ്ങൾ തമ്മിൽ ചുറ്റിപ്പോകുന്നതാണ് ബൈനറി സ്റ്റാർസ്. ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ബൈനറി സ്റ്റാർസാണ് ഉപയോഗിക്കുക. അതവിടെ നിൽക്കട്ടെ. എന്തു തന്നെയായാലും ഇങ്ങനെയുള്ള ഈ ബൈനറി സ്റ്റാർസിനെ പറ്റി പഠിക്കാനൊക്കെ അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കുക, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വിൽ ബി മൂവിങ് അലോങ് ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. ഇതിൻ്റെ നടുക്കൂടെയുള്ള ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയായിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നാണ് അതിൻ്റെ പൊസിഷനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ബൈനറി സ്റ്റാർസിനെ കുറിച്ച് പഠിക്കാനും സെൻറ്റർ ഓഫ് മാസ് ആവശ്യമാണ്.